അപ്പോൾ ഗൈസ് ഇന്നത്തെ കളി അങ്ങനെ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ വന്നപ്പോൾ നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. ഓക്കെ, ഇന്ത്യ കളിയാലും അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇന്ത്യ കളി കാണാൻ വന്ന ഇന്ത്യക്ക് വേണ്ടി കളി കാണാൻ വന്ന നമ്മളെ കുറച്ച് 2 പേരുണ്ട്. കണ്ണൂരിൽ നിന്ന് ഒരാൾ വന്നു. നമ്മളെ ഫൈസ്, ഇന്നത്തെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? കളി ഒന്നും പറയാനില്ല, കിട്ടില്ല കളി. കുറെ ഇന്ത്യൻ്റെ നല്ലൊരു ഈ സാഹചര്യത്തിൽ ഒറ്റൊരു ക്വസ്റ്റ്യൻ, ബ്ലാസ്റ്റേഴ്സിനോട് മാനേജ്മെന്റിനോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? മാനേജ്മെന്റിനോട് ഒന്നും പറയാനില്ല. ഇപ്പൊ ഇന്ത്യൻ ടീമിൽ ഇന്ന് തന്നെ കളിച്ചതിൽ ഭൂരിഭാഗം പ്ലേയേഴ്സും ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയ പ്ലേയേഴ്സ്. അപ്പൊ മാനേജ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ നിലനിർത്താൻ പറ്റും. അത് നമ്മളെ ബ്ലാസ്റ്റേഴ്സിന് എക്കാലത്ത് ഏറ്റവും നല്ല മികച്ചൊരു മുതൽക്കൂട്ടായി നമുക്ക് കറക്റ്റ് ആണ്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം അല്ലെ? എന്തെങ്കിലും ഒരു വീഡിയോക്ക് അത് അതെ, നമുക്ക് ഇനി കുറച്ച് പബ്ലിക്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സർക്കാർ വന്നോളൂ. നമ്മുടെ മറ്റേ അതിനകത്തുള്ള മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, അടിപൊളി. ഓക്കെ, യെസ് ഗൈസ്, നല്ല ഒരു എല്ലാവരും ഭയങ്കര എൻ്റർടൈൻമെൻറ്റിലാണ്. കാരണം അത്രയും ആളുകൾ എൻ്റർടൈൻമെൻറ്റും എൻജോയ് എല്ലാം ചെയ്ത ഒരു മാച്ചാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇന്ത്യ കളി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അപ്പം എന്തായാലും നല്ലൊരു മാച്ചാണ്. പറയാനുള്ളത് തിരിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് കാണുന്ന മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഇതുപോലെ കളിച്ചിരുന്നെങ്കിൽ നമുക്കിവിടെ കേരളത്തിൽ അതുപോലെ കലൂർ വലിയൊരു ഇതിനെക്കാട്ടും വലിയൊരു ക്രൗഡ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു അല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞത് ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടത് മാനേജ്മെൻറ്റാണ്. നമുക്കിന്നൊന്നും പറയാൻ പറ്റില്ല. കേരളത്തിലെ മിക്ക പ്ലേയേഴ്സും ഇന്ത്യയുടെ മിക്ക പ്ലേയേഴ്സും കേരളത്തിലാണ് ഉള്ള ടീമായിരുന്നു. അതെ അതെ, ദാനിഷ് ആയാലും സഹലായാലും കളിച്ച ആൾക്കാരാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല എന്താ പറയുക, നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു മാച്ച് വിജയിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നല്ലേ, അത് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ അതിൻ്റെ ഒരു രോമാഞ്ചം വേറെയാണ്. ഓക്കെ, അപ്പോൾ കളി കാണേണ്ട എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യെസ്, അപ്പോൾ എന്തായാലും അതെ അതെ അതെ, നമുക്ക് 2-3 ചോദിക്കാം. നമുക്ക് വാ, ജസ്റ്റ് ബൈറ്റ് എടുത്തേക്കാം. കളി എങ്ങനെ ഉണ്ടായിരുന്നു? കളി അടിപൊളി. ബ്ലാസ്റ്റേഴ്സ് കളി കാണാറുണ്ടോ? പിന്നെന്താ? എന്താണ് മാനേജ്മെന്റ് പറയാനുള്ളത്? എന്താണ് മാനേജ്മെന്റ് പോയി അതാണ് ബ്ലാസ്റ്റേഴ്സിന് 10 അപ്പൊ എന്തായാലും മാറ്റാൻ നോക്കുക. നമുക്ക് ഇവരോട് ചോദിക്കാം. എങ്ങനെയുണ്ട് മാച്ച്? എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയാനില്ല. എത്ര ഗോൾ അടിച്ചു ഇന്ത്യ? 2. ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പറയാനുള്ളത്? ഇപ്പൊ എന്താ പറയാനുള്ളത്, മച്ച് ബെറ്റർ ആക്കാം, നല്ല ബെറ്റർ ആക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. വളരെ നല്ല രീതിയിലാണ് ഓരോരുത്തർ അഭിപ്രായം വരുന്നത്. അപ്പോൾ മാനേജ്മെന്റ് എന്ത് ചെയ്യാം, മാക്സിമം മാറ്റങ്ങൾ കൊണ്ടുവരിക. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ കളി? അടിപൊളി കളിയാണ്. മാനേജ്മെന്റിനെ പറ്റി എന്താ പറയാനുള്ളത്? പറയൂ. പറയാനൊന്നും ഇല്ലാന്നാണ്. ഓക്കെ, അപ്പോൾ മാനേജ്മെന്റ് എന്ത് ചെയ്യാം, നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക. രാജിവെക്കുക, അതാണ് പബ്ലിക് നമ്മളെ ചുട്ടുകൊല്ലാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ഗൈസ് പൊളിയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഒക്കെ പോയി ചാകാൻ പറ. അല്ല പിന്നെ നമ്മൾ ഇന്ത്യ അടിച്ച് പൊളിച്ചില്ലേ? അത്രേ ഉള്ളൂ. നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ടീം എത്ര പോയാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇത്രയും വലിയൊരു ആരാധകനായിട്ടുള്ള നിനക്ക് മാനേജ്മെന്റ് എന്താ പറയാനുള്ളത്? ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എടാ വേറെ ലെവലാണല്ലോ. ശരിയാൻ പറയണം. മാക്സിമം ട്രൈ ചെയ്യണ്ട്. ക്ലബ് എത്ര താഴ്ത്തൂടി പോയാലും സപ്പോർട്ട് ചെയ്യണം. അതാണ് ഫാൻസിന്റെ ഒരു കടമ. മാക്സിമം അത് ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗൈസ് നല്ലൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യ കളി പൊളി. അത്രേ ഉള്ളൂ. അല്ല പിന്നെ എവിടെ സ്ഥലം? എവിടെ? കണ്ണൂർ. എവിടെ? തൽപ്പറമ്പ. ഇവിടെ എന്ത് ചെയ്യുന്നത്? കളിയായിട്ട് വന്നതാണ്. ഞാൻ കണ്ണൂരാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് കണ്ടോ, ഭയങ്കര നല്ല രീതിയിലാണ് ഓരോ ഫാൻസും നമ്മളോട് പ്രതികരിക്കുന്നത്. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. കാരണം ഭയങ്കരമായിട്ട് ആളുകൾ എക്സ്പെക്ട് ചെയ്തൊരു കളിയാണ് ഇന്ത്യ കളിച്ചത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഉള്ള ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെയാണ് മാനേജ്മെൻറ്റിനോട് പറയാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ കൊണ്ടുവരിക. ഓക്കെ.